എല്ലാവരും ഇപ്പൊ കോമഡി ആയിട്ട് പറയും, നമ്മൾ കിം കിടുക്ക് മരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ലൈവിലേക്ക് പോയി നിൽക്കുമ്പോൾ എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ നമ്മൾ കോവിഡിൽ എല്ലാവരും കൂടി അടഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്നേരം ശരിക്കും അവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത് ഡിസംബർ ടൈമിലാണ് മറ്റാണ് കിം കിടുക്ക് മരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മളെ ലൈവിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി നിർത്തുകയും ഏഷ്യാനെറ്റിൽ വെച്ച് ഞാൻ പെട്ടെന്ന് ഈ മൊത്തത്തിൽ ഉള്ള നമ്മുടെ ഒരു അടഞ്ഞിരിപ്പും, ഇദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയതും, ആ ഫെസ്റ്റിവൽ കാലം മിസ് ചെയ്യുന്നതും, കിം കിടുക്ക് മരിച്ചു പോയല്ലോ ഇത്രയും ചെറിയ പ്രായത്തിലെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ കരച്ചിൽ. അത് പക്ഷേ അതൊക്കെ ലൈവിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത എനിക്ക് പലപ്പോഴും ചില വേദികളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഒന്നാമത് ഈ പ്രസംഗം തീരെ വഴങ്ങാത്തൊരു സാധനമാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ എന്തും സംസാരിക്കും, പക്ഷേ ഒരു അല്ലാത്ത ഇടത്ത് പോയാൽ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഒന്നും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ചിലപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ തന്നെ നിന്ന് കരഞ്ഞു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.